അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു അക്ബർ. ഇത് നമ്മളെല്ലാവരും കേട്ട വാക്കാണ്. എല്ലാവരും പറയുന്നൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു മഹാൻ എന്നാണ്. എല്ലാ സഹോദരന്മാരെ, അതിനെ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം അള്ളാഹു മാത്രമാണ് മഹാൻ. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലോട്ട് ഓടേണ്ട വികാരം എന്താണെന്ന് വെച്ചാൽ, റബ്ബേ, അള്ളാഹു നീ മാത്രമാണ് റബ്ബേ, എല്ലാം നിനക്ക് മാത്രമാണ്, സർവസ്തുതി നിനക്ക് മാത്രമാണ്, എല്ലാ കഴിവും റഹ്മാനായ റബ്ബേ. അതായത് അള്ളാഹു ഉയർന്നു വരുന്ന സബ്ഹിസ്മ റബ്ബിക്കൽ അഅല. അള്ളാഹുവാണ് എല്ലാറ്റിനും, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന് മാത്രം വിശ്വസിച്ചാൽ മാത്രം പോരാ സഹോദരന്മാരെ. ഞാനും നിങ്ങളും ഓരോരുത്തരും ഒരു സൃഷ്ടികളാണ്, അടിമകളാണ്, നിസ്സഹായരാണ്, നിസ്സാരനാണ്. അതായത് ഞാൻ എത്രത്തോളം എനിക്ക് അള്ളാന്റെ മുമ്പിൽ താഴാൻ പറ്റുമോ അത്രത്തോളം താഴണം സഹോദരന്മാർ. ഇന്ന് എന്തൊരു അപകടം! ഒരുപാട് പേര് പറയും, അള്ള മഹാനാണ്, അള്ള മാത്രം മഹാനാണ്, പ്രസംഗിച്ചെടുക്കും. പക്ഷെ ഇതേ മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരം തരും, ഞാനും കുറച്ചൊക്കെ വലിയവനാണെന്നുള്ള ചിന്ത. വലിയ അപകട സഹോദരന്മാർ. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അണുമണി തൂക്കം കിബറുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം നമ്മളെ മനസ്സിൽ വരേണ്ട വികാരം അത് നമ്മൾക്കല്ല സഹോദരൻ, പ്രവാചകന്മാർക്ക് പോലും വന്നിട്ടുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത യമിൻ ഖൈറിൻ ഫഖീർ. ആരെ പ്രാർത്ഥിച്ച സൂറത്തുൽ ഖസസിലൂടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്. ഏടോ മനുഷ്യ, ഞാൻ നിങ്ങളൊക്കെ വെറും ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരൻ പോലെ അള്ളാന്റെ മുമ്പിൽ യാചിക്കാൻ പഠിക്കണം, അറിയണം സഹോദരന്മാർ. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. നമ്മളിങ്ങനെ ഘട്ടം അത് രണ്ടവസ്ഥയിൽ വരും. ഒന്ന്, ചെറിയ കുട്ടിക്കാലത്ത് ജനിച്ച ഉടനെ കുറച്ച് കുട്ടികൾ നിസ്സഹായരാണ്, അവർക്ക് തോന്നും. പിന്നെ അങ്ങേ അറ്റത്തിലെത്തിയ വാർദ്ധക്യത്തിലെത്തി മൂത്രം പിടിക്കാൻ പറ്റുന്നില്ല, വയറ് പാമ്പേഴ്സിലേക്ക് പോകുന്നു, മറ്റുള്ള ആശ്രയിക്കേണ്ടി വരും. അപ്പോഴും മനസ്സിലാവും നിസ്സാരനാണ്. ആലോചിച്ച്, അതിന്റെ ഇടയിൽ എവിടെയോ കുറച്ച് ആരോഗ്യം, കുറച്ച് സമ്പത്ത്, കുറച്ച് അധികാരം, കുറച്ച് പേരും പ്രശസ്തിയും, കുറച്ച് വലിയ വലിയ മക്കളും ഒക്കെ കിട്ടുമ്പോൾ എവിടുന്നോ എന്തൊക്കെയോ വരുന്ന സഹോദരന്മാരെ. ഒന്ന് വിനീതമായ അഭ്യർത്ഥനയാണ്, എത്രയും പെട്ടെന്ന് ഞാനും നിങ്ങളും നിസ്സാരനാണെന്ന് എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് തൊട്ട് ഹിദായത്തിന്റെ വെളിച്ചം മെല്ലനെ കയറി വരും. അത് മിക്ക ആൾക്കാർക്കും വരാൻ പോകുന്നത് ഫിറൗൻ വന്നതുപോലെ മുങ്ങി നശിക്കുമ്പോൾ, ആമന്നാ റബ്ബേ, നീ മാത്രമേ ഉള്ളൂ ട്ടോ, നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. എപ്പോഴ്? മുങ്ങി നശിക്കുമ്പോൾ. ഇതുപോലെ തന്നെ ലോകത്തിലെ മഹാഭൂരിപക്ഷം എല്ലാവർക്കും വരാൻ പോകുന്നു. മഹാഭൂരിപക്ഷം വരെ എല്ലാവരും ഒരേപോലെ അടിച്ചു കാണല്ല, അടിച്ചാക്ഷേപിക്കല്ല. മറിച്ച് എല്ലാവരുടെ അവസ്ഥ എന്താ? ഒരു കൊറോണ വന്ന് ഐസൊലേഷൻ കിടന്ന് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അല്ലാഹുവേ പടച്ചോനെ, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് ലേറ്റ് സ്റ്റേജായി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങളിൽ അല്ലാഹുവേ എനിക്ക് ഒന്നിനും കഴിവില്ലല്ലോ. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വലിയ ബിസിനസ്സുകാരൻ ജീവിക്കുന്ന കാലത്തൊക്കെ വലിയ അടിച്ചു പൊളിച്ച് ജീവിച്ച് അവസാനം സിറോസിസ് വന്ന് മരിക്കാനായി ഇപ്പോൾ പറഞ്ഞെന്താ അറിയോ, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഓർക്ക സഹോദരന്മാരെ, ഡോക്ടറെ, ഞാൻ ഒരുപാട് കോടികൾ എൻ്റെ ബാങ്കിലുണ്ട്, എനിക്കിപ്പോൾ ഒരു കുപ്പി ഒരു ലിറ്ററിന്റെ വെള്ളം കുടിച്ചാൽ വയറിൽ ഉദരരോഗം, സിറോസിസ് വന്ന് എസൈറ്റിസ്, നീര് വന്നിട്ട് ശ്വാസം മുട്ടിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. ആലോചിച്ചൊക്കെ സഹോദരന്മാരെ, അത്രയും നിസ്സാരനാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും. നമ്മുടെ ഒരു ശ്വാസം എടുത്ത് വിടാൻ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യമാണ്. മൂത്രം പിടിച്ചു വെക്കാൻ പറ്റൂല. ഈ ഒരു നിസ്സാരനാണെന്ന ബോധം, അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഫക്കീറാണെന്നുള്ള ബോധം, അതെന്താണെന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ. അതായത് ഒരു പണ്ഡിതൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, ട്രൂ പോവർട്ടി, അള്ളാന്റെ മുമ്പിൽ എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്, is to witness and feel that every atom of yourself is in complete need of Allah. എൻ്റെ മേത്തുള്ള ഓരോ കോശങ്ങൾ, ഓരോ സെൽസ്, ഓരോ ശ്വാസം, ഓരോ ഹൃദയമെടുപ്പ്, എനിക്ക് 2 കാലിൽ നിൽക്കണമെങ്കിൽ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് ആവശ്യ സഹോദരന്മാർ. തലകറക്കമുള്ളവർക്ക് ചോദിച്ചാൽ മതി. ചിലർക്ക് സ്ട്രെസ് വരുമ്പോൾ ഡിസിനസ് വരും, ആങ്സൈറ്റി വരുമ്പോൾ, പാനിക് അറ്റാക്ക് വരുമ്പോൾ തലകറക്കം വരും. ഫസ്റ്റ് സഫിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തലകറങ്ങും. ഒരുപാട് പ്രായമുള്ളവർക്ക് നടക്കുമ്പോൾ ബേജാറാവും. അപ്പൊ അവരടുത്ത് ചോദിച്ചാൽ മതി, 2 കാലിൽ നടക്കുന്ന എന്തൊരു അനുഗ്രഹം.
അതേ സഹോദരന്മാരെ, ഇനിയിപ്പോ ഇതൊന്നും ആർക്കും തോന്നില്ല. ഒന്ന് തലകുറ്റി വീഴണം, അപ്പോഴേ തിരിച്ചറിയുള്ളൂ. അതേ അള്ളാഹുവേ, ഒരു നിമിഷം പോലും ഓരോ കോശത്തിന് നിന്റെ ആവശ്യമുണ്ട് റബ്ബേ. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരന്മാരെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫതൈനി. അതായത് കണ്ണ് പൂട്ടി തുറക്കുന്ന നിമിഷം പോലും എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കല റബ്ബേ. ആരാ പ്രാർത്ഥിച്ചത്? അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹോദരൻ, അത് ഹൃദയം തട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ആവശ്യമുണ്ട്, റബ്ബിന് ആവശ്യമുണ്ട്. ഒരു സെക്കൻഡ് പോലും എനിക്ക് എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓരോ നിമിഷം സമയത്താന അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചിന്തിക്കുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കാണുകയുള്ളൂ, സംസാരിക്കുള്ളൂ, കേൾക്കുകയുള്ളൂ. അങ്ങനെ ആവണം സഹോദരന്മാരെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അള്ളാഹിന് മുമ്പിൽ ദരിദ്രനാണ്, ഫക്കീറായിട്ട് മാറിയിട്ടുള്ളൂ നമ്മൾ. രണ്ടാമത്തത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ടു ബി പുവർ ആൻഡ് ഇൻ നീഡ് ഓഫ് Allah is an attribute of the slave that he cannot abandon, just as richness and self-sufficiency is an attribute of our Lord. അതായത് അല്ലാഹു സമദ്, എല്ലാറ്റിനും കഴിവുള്ളവൻ, ആരെയും ആശ്രയിക്കാത്ത റബ്ബ് സുബ്ഹാനഹു വ തആല സെൽഫ് സഫിഷ്യന്റ് ആണ്. എത്രത്തോളം ഹക്കാണോ അത്ര തന്നെ ഹക്കാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷം ആവശ്യമുള്ളത്. അതൊരിക്കലും നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാ സഹോദരന്മാരെ. ഒന്ന് മനസ്സിലാക്കുക നമ്മൾ. അല്ലാഹു സമദ് എത്ര സമദീയത്താണോ അത്ര തന്നെ നമ്മൾ മനസ്സിലാക്കട്ടെ. ഞാനും നിങ്ങളും ഫക്കീറാണെന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് അള്ളാഹിന് അത്ര തന്നെ ആവശ്യമുണ്ട് സഹോദരന്മാരെ. ആൻഡ് മൂന്നാമത്തത് പണ്ഡിതന്മാര് പറയുന്നത്, ബീയിങ് പുവർ ടു അല്ലാഹ് ബിഗിൻസ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഹെൻസ് വിത്ത് ഹോണർ. അതായത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ദരിദ്രൻ, വെറും ഫക്കീറാണ് തുടക്കം. എന്തറിയോ? വളരെ വിനയാന്വിതനാവും. അത് വെറുതെ ഒരു അഭിനയിക്കലല്ല കേട്ടോ. ഇന്ന് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു അഭിനയിക്കല് കാട്ടിക്കൂട്ടുണ്ട്, വെറുതെ തലയും താത്തിയിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെയല്ല. നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് തന്നെ ഞാൻ വിനയാന്വിതരാവും. എന്തുകൊണ്ടാ? ഏത് നിമിഷം അള്ളാഹ്ക്ക് എന്നെ തല ചുറ്റി വീഴാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷം എനിക്ക് എന്തും സംഭവിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ നിന്ദ്യരാക്കാൻ പറ്റും. അതേ സത്യം എല്ലാവരുടെ മുമ്പിൽ നിന്ദ്യരാക്കാൻ പറ്റും. അള്ളാഹുവാണ് പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കുന്നത് എൻ്റെ ഓരോ സെക്കൻഡ്. ഈ ഒരു വികാരം ഉണ്ടെങ്കിലോ ഞാൻ ആരെയും കുത്തി നോവിക്കില്ല, ആരെയും താണ് കാണില്ല, ആരെയും തെറി പറയില്ല, ആരെയും കണ്ണുരുട്ടി പേടിപ്പിക്കൂല. അതാരെയും, വീട്ടിൽ ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, ജോലി സ്ഥലത്ത് നമ്മളെ കീഴെ ജോലി ആരും ആവട്ടെ, വീട്ടിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സഹോദരിയായിട്ട് ആരും തന്നെ എന്താണ് എല്ലായിടത്തും വിനയം കാണിക്കും സഹോദരൻ, വിനയം കാണിക്കും. അങ്ങനെ ഞാനും നിങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വിനയം കാണിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് ദറജകൾ ഇസ്സത്ത് ഇട്ട് തരും ഭൂമിയിൽ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു സഹോദരന്മാരെ. അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ താണ് കൊടുക്കുന്നു, വിനയാന്വിതനാവുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ എല്ലായിടത്തും പറയും, ദാ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇന്ന അടിമേ. ജിബ്രീലിനെ വിളിച്ചു പറയും. അതുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ ഇസ്സത്ത് ഇട്ട് കൊടുക്കുക. മനുഷ്യന് എല്ലാവരുടെ ഹൃദയത്തിൽ സ്നേഹം ഇട്ട് കൊടുക്കുക. ആലോചിക്കോ സഹോദരന്മാരെ. അതിനെന്ത് വേണം? നമ്മൾ ആദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ വെറും ഒരു അടിമയാണ്, ഫക്കീറാണെന്നുള്ള ബോധം വേണം. ശരി, ഇനി ഈ അടിമയായ ഈ മനുഷ്യന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഏറ്റവും ആദ്യം, ഹി ഡസ് നോട്ട് ഫൈറ്റ് നോർ ആർഗ്യൂ ഫോർ ഹിംസെൽഫ്. അതായത് അവനവന് വേണ്ടി ഇങ്ങനെ വെറുതെ വാക്ക് തർക്കം, അത് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുക. ഇല്ല, അതിനൊന്നുമില്ല സഹോദരന്മാരെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സംസാരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കിയിട്ട് അറിയില്ല. കൊടൽമാല ഇട്ട് കൊടുത്ത് ഒരിക്കല് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേത്ത് ഒരു ഷോൾ ഉണ്ട്, അതിങ്ങനെ പിടിച്ച് വലിച്ച് ഒരു അപ്പോഴൊക്കെ മിണ്ടാണ്ട് നിന്നിട്ടുണ്ട് സഹോദരന്മാരെ. അവനവന്റെ കാര്യം പറയുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വഴിയിൽ തടസ്സം ഉണ്ടാക്കിയ തുപ്പിയിടുന്ന ഒരു സഹോദരി ഒന്നും മിണ്ടിട്ടില്ല പാവം. പക്ഷെ സഹോദരിക്ക് രോഗമായപ്പോൾ ഏറ്റവും ആദ്യം കാണാൻ പോയത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ചിന്തിച്ചോക്ക്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി എന്തെങ്കിലും ആരും തെറ്റുകുറ്റങ്ങൾ വന്നാൽ, ഷിർക്ക് ചെയ്യുന്നത് കണ്ടാൽ, അത് അപ്പോൾ തന്നെ അവിടെ തന്നെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിക്കൂ സഹോദരൻ, നമ്മൾ നേരെ മറിച്ചാ നമ്മുടെ സ്വഭാവം. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, ഞാൻ എന്നെ നോക്കാം. സദസ്സിലൊക്കെ പോയി, എന്താ കല്യാണ സദസ്സിലും ചില വീട്ടിലൊക്കെ അള്ളാനെ അങ്ങനെ മറിഞ്ഞ് ധിക്കരിച്ച് പുച്ഛിക്കുമ്പോൾ നമ്മൾ ഓരോ കൂടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് ചിരിച്ച എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കും, മൂക്കറ്റം തിന്നും. എന്നിട്ട് പുറത്തു പോയിട്ട് അവരെ പിന്നിൽ നിന്ന് അവരെ കുത്തുവാക്കും, പരദൂഷണം പറഞ്ഞു നടക്കും. ഇതല്ലേ സഹോദരന്മാരെ നമ്മുടെ ദുസ്വഭാവം. അതേ സദസ്സിൽ എന്നെപ്പറ്റി ആരും ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ അന്ന് ചെയ്ത തെറ്റല്ലേ, അപ്പം ദേഷ്യം പിടിക്കും സഹോദരൻ, ദേഷ്യം പിടിക്കും. ഇതെന്തുകൊണ്ടാ? ഞാൻ എന്നുള്ള വിചാരങ്ങൾ എനിക്ക് എവിടെയോ വന്നത് കൊണ്ടാ
നേരെ മറിച്ച് ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എൻ്റെ റബ്ബിന് എന്നെ അറിയാന്നുള്ള തിരിച്ചറിവുണ്ട്. പക്ഷെ റബ്ബിനെ ധിക്കരിക്കുന്ന സദസ്സിലേക്ക് ഞാൻ പോവില്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ സഹോദരന്മാരെ, ആരെന്ത് വിചാരിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ പറ്റി ഒരുപാട് അങ്ങനെ പറഞ്ഞു. എവിടെ എന്തിനാ സഹോദരൻ ദൂരത്തും കല്യാണത്തിനൊക്കെ പോകുന്നു? ആവശ്യമില്ല. എന്ത് വിചാരിച്ചോട്ടെ? ജനങ്ങൾ വിചാരിക്കുന്നില്ല. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ ഖബറിലേക്ക് പോകുന്നത്. എനിക്ക് വേണ്ടത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ തൃപ്തി, എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, എൻ്റെ മക്കളുടെ സ്വാലിഹായ മക്കളുണ്ടെങ്കിൽ അത് അവരുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഖബറിലേക്ക് പോകാലോ സഹോദരന്മാരെ. അപ്പം നമ്മൾക്ക് വേണ്ടി നമ്മൾ ന്യായീകരിക്കില്ല. ആരുടെ അടുത്ത് ഒന്നും നമ്മൾ വാക്ക് തർക്കത്തിൽ നിന്ന് പോകില്ല. രണ്ടാമത്തത് പണ്ഡിതൻ പഠിപ്പിച്ചിരുന്നത് ഹി സപ്ലിക്കേറ്റ്സ് ടു അല്ലാഹ് ഇൻ അബണ്ടൻസ്. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. എപ്പോഴെടുത്ത് നോക്കിയാലും പ്രാർത്ഥന, ദുആയിരിക്കും. ഉടനെ കിട്ടുന്ന അവസരം ദ്വാരക്കും. ഏതവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും ദ്വാരുന്നുകൊണ്ടേയിരിക്കും സഹോദരന്മാരെ. പ്രാർത്ഥിക്കണം. ഇത് നമ്മളെ പറ്റി എന്നൊന്ന് ചിന്തിക്കുക. കൃത്യമായ 5 നേരം നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ എത്ര മിനിറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ആ പ്രാർത്ഥനയിൽ നമ്മൾക്ക് വേണ്ടിയിട്ടെങ്കിലും കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കും. ലോക്ക്ഡൗൺ നീണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മാറിക്കിട്ടണേ. വീട്ടിലാർക്കെങ്കിലും ക്യാൻസർ വന്നാൽ, വീട്ടിലാർക്കെങ്കിലും മാരകമായ രോഗം വന്നാൽ, എൻ്റെ മക്കൾക്ക് പുതിയാപ്പിള കിട്ടുന്നില്ല, പരീക്ഷ തോറ്റുപോയാൽ, ആവശ്യത്തിന് നമ്മൾ അവസരവാദികളാണ് സഹോദരന്മാർ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒന്നുമില്ലാത്ത എല്ലാ സമാധാനത്തോടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും ചോദിക്കും റബ്ബേ, ഈമാനും ആഫിയത്തും ഇസ്സത്തും ഇട്ട് തരണേ റബ്ബേ, എല്ലാ പരീക്ഷണം തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ, ഹൈറും ബർക്കത്തും ഇട്ട് തരണേ. ഇത് നമുക്കുണ്ടോ സഹോദരൻ? നമുക്കില്ല. നമുക്ക് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ മറന്നു. വല്ലപ്പോഴും വെള്ളിയാഴ്ച ആയിട്ട് ജുമാക്കൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കും, അത്ര തന്നെ. ഇനി അവർ മരിച്ചു കഴിഞ്ഞാലും ഒന്ന് ഖബർ സിയാറത്ത് വല്ലപ്പോഴും ചെയ്യും, അത്രയേ ഉള്ളൂ സഹോദരൻ. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഫക്കീറായ അടിമ എന്താ? നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും. മൂന്നാമത്തത് ഫക്കീറായ അടിമേന്റെ ഗുണം എന്താ വെച്ചാല് ഹി ഫോർഗെറ്റ്സ് ഹിസ് ഗുഡ് ഡീഡ്സ്. അവനവന്റെ സൽക്കർമ്മൊക്കെ മറന്നു പോകും സഹോദരന്മാരെ. ഇത് നല്ലൊരു അടിമയുടെ ലക്ഷണമാണ്. ആ മനുഷ്യന് ഒരുപാട് സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ അങ്ങ് മറന്നു പോവും, അതൊക്കെ മാഞ്ഞു പോവും. എന്താ? ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല ചെയ്തേ. അള്ളാഹു ഇത്രയും നാൾ ജമാഅത്തിൽ പോയത് എൻ്റെ കഴിവൊന്നല്ല, അള്ളാഹുവാണ് എത്തിച്ചതെന്ന്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഹജ്ജിന് ഉംറക്ക് പോയത് അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും സഹോദരന്മാരെ. എന്നിട്ടാ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാ. നേരെ മറിച്ച് ആ മനുഷ്യൻ എപ്പോഴും എപ്പോഴും പാപങ്ങൾ ഓർക്കും. പണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അത് ഓർത്തു പോകും. അതിലോർത്ത് പിന്നെയും പൊട്ടിക്കരി പുറത്തിറപ്പേ. എന്തെങ്കിലും കളങ്കം വന്നു പോയിട്ടുണ്ടോ? നിഷ്കളങ്കത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ പ്രവർത്തനം, എൻ്റെ ആരാധനയൊക്കെ വെറും യാന്ത്രികമായിട്ടുണ്ടോ? നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതായിട്ടുണ്ടോ എന്നെപ്പോഴും ചിന്തിച്ചു സഹോദരന്മാരെ. നാലാമത്തത് ഈ ഫുക്കറാക്കളുടെ, ഈ ദരിദ്ര അടിമകളുടെ ഗുണം വെച്ചാൽ ഹീസ് ഹംബിൾ ടു ഹിസ് ലോർഡ് ആൻഡ് ദി പീപ്പിൾ. എപ്പോഴും, അതായത് നമുക്കൊക്കെ ഒരു കുഴപ്പം, നിസ്കരിക്കുമ്പോൾ തലയൊക്കെ നേരെ സുജൂദിലായിട്ട് ഖുശൂവോടെ, തീർച്ചയായിട്ടും ഒരു സംശയമില്ല, അങ്ങനെ തന്നെ നിസ്കരിക്കേണ്ടത്. ഇതേ മനുഷ്യ പുറത്ത് വന്നിട്ട് തല പൊക്കിയിട്ട് മറ്റുള്ള മുമ്പിൽ അഹങ്കരിക്കും. നിങ്ങൾക്കും എനിക്കും എവിടുന്ന് വരുന്ന സഹോദരന്മാര്? പാടില്ല. പുറത്ത് വന്നേക്കോ, ഞാൻ MLA, അല്ലെങ്കിൽ ഞാൻ പ്രൊഫസർ, ഞാൻ പ്രിൻസിപ്പൽ, ഞാൻ സമ്പന്നർ, ഞാൻ അംബാസഡർ കാറിന്റെ ഓണർ, ഞാൻ ബെൻസ് കാറിന്റെ ഓണർ, ഇങ്ങനെ ചിന്തിക്കാനുള്ള എന്താ സഹോദരന്മാരെ? എന്താണുള്ളത്? നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? അപ്പോ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വേറെ തന്നെ വ്യക്തിയായി. ഞാൻ വീട്ടിൽ വലിയ ബാപ്പയാണ്, ഭർത്താവാണ്, മറ്റെല്ലാവരും അടിമകൾ. എവിടെ സഹോദരന്മാരെ? അങ്ങനെയില്ല. നമുക്ക് 2 മുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഖുശൂ ഉണ്ടാവണം, പുറത്തിറങ്ങിയാലും വിനയാനീതനാവണം. എല്ലായിടത്തും സൗമ്യമായിട്ട്, കുട്ടികളടുത്തും മുതിർന്നടുത്തും എല്ലായിടത്തും വിനയാന്വിതനായിട്ട് തന്നെ സംസാരിക്കണം. അഞ്ചാമത്തത് ഈ ഫുക്കറാക്കൾ, ഫക്കീറായിട്ട് അടിമകളുടെ ലക്ഷണം വെച്ചിട്ട് ഹി ഹേറ്റ്സ് ടു പ്രൈസ് ഹിംസെൽഫ്. അവനവനെ പുകഴ്ത്തുന്ന ഇഷ്ടമല്ല, മറ്റുള്ളവർ പുകഴ്ത്തിയാലും ഇഷ്ടപ്പെടില്ല സഹോദരന്മാര്. എപ്പോഴും പറയും നമ്മൾ മറ്റു ആരും തന്നെ ദയവ് ചെയ്ത് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തൽ നിർത്ത്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, നമുക്ക് എന്തിനായി ഈ പണ്ഡിതനെ, ഈ സംഘടനയുടെ ഇങ്ങനെ പൊക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞ സഹോദരന്മാരെ മരിക്കുമോ നിങ്ങൾ എൻ്റെ ഖബറൊന്നും വല്ലാതെ പുകഴ്ത്തി അതൊരു ആരാധനാ കേന്ദ്രമാക്കല്ലേ. ഇന്ന് എവിടെ എത്തി സഹോദരന്മാരെ? എവിടെ എത്തി? ഉലമാക്കളുടെ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി എന്തൊക്കെയോ പേരെടുത്തെത്തിച്ച് എന്ത് സംഭവിക്കും സഹോദരന്മാരെ? നമ്മൾ എത്രത്തോളം പുകഴ്ത്തുന്നോ അള്ളാഹ് അത്രത്തോളം താഴ്ത്തും. അതേ സഹോദരന്മാരെ, എന്താ എൻ്റെ നിങ്ങളുടെ നാവ് ഏതെങ്കിലും സൃഷ്ടികളെ, ഏതെങ്കിലും മനുഷ്യന്മാരെ പൊക്കാനുള്ള നാവല്ല. ആ നാവ് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട നാവ. അതിൻ്റെ അടുത്ത് നമ്മൾ മറ്റെല്ലാവരും താണ് കാണണോ, പുച്ഛിക്കണോ, കളിയാക്കണോ ഒന്നുമല്ല.
എന്ത് നല്ലത് കണ്ടാൽ മറ്റൊരു നല്ലതാണ് സുബ്ഹാനല്ലാഹ് പറയാ, മാഷാ അല്ലാഹ് പറയാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യേണ്ട സഹോദരന്മാര്. അങ്ങനെയാണ് ഞാനൊക്കെ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാറുണ്ട്, തഹജ്ജുദിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാ? എനിക്ക് ഇഷ്ടമുള്ളവർ, എനിക്ക് ഒരുപാട് ഗുണം ചെയ്തവർ, അവർക്കൊക്കെ വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കൂ സഹോദരന്മാരെ. പ്രാർത്ഥിക്കുക, തഹജ്ജുദിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തായി, അവരും നമ്മൾ നല്ലൊരു ബന്ധമുണ്ടാവും. അനാവശ്യമായ കിബിർ കയറി വരില്ല. ഇത് പുകഴ്ത്തുമ്പോൾ തന്നെ എന്താ, പുകഴ്ത്തപ്പെട്ട വ്യക്തി എന്താ തോന്നി തുടങ്ങും, ഓ എന്നിൽ എന്തൊക്കെയോ നല്ല ഗുണങ്ങൾ ഉണ്ട് തൊണ്ട്, അതുകൊണ്ടാണ് ഇപ്പം കുറെ അനുയായികൾ വരുന്നത്. പിന്നെ എന്റെ സംഘടന ഉണ്ട് ഇപ്പൊ വലുതായി വരുന്നുണ്ട്. എന്റെ പ്രസംഗത്തിന് കണ്ട് ഇത്ര ലൈക്സ്. സഹോദരന്മാരെ, അള്ളാഹു ലൈക്ക് ചെയ്യണം. അള്ളാഹു ലൈക്ക് ചെയ്തില്ലെങ്കിൽ ദുനിയാവ് മുഴുവനും നിങ്ങളെ ലൈക്ക് ചെയ്തിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ദുനിയാവിന് മുഴുവൻ നിന്നെ വലിയ വിലയൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈക്ക് ചെയ്താൽ മതി സഹോദരന്മാരെ. ഒന്ന് ആഴത്തിൽ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ദരിദ്രനായ ഫക്കീറായ അടിമയായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എന്നിൽ അങ്ങനത്തെ ദരിദ്രനായ ഫക്കീറായ അടിമയുടെ ഗുണവിശേഷങ്ങൾ ഉണ്ടോ എന്ന് ആഴത്തിൽ ചിന്തിക്കുക. അല്ലാഹുവേ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അല്ലാഹുവേ നമ്മുടെ ഹൃദയത്തിൽ എല്ലാവിധ കിബ്റിൽ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാൻ റബ്ബേ. അല്ലാഹു അക്ബർ, നീ മാത്രമാണ് മഹാനല്ലാഹേ. നമ്മളൊക്കെ നിസ്സഹായരാണ്, നിസ്സാരനാണ്, ഫക്കീറുകളാണ്. അല്ലാഹുവേ നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു നിമിഷം, ഒരു കണ്ണിമ പൂട്ട് തുറക്കുന്ന സമയം പോലും നമ്മളിൽ ഏൽപ്പിക്കരുത് റബ്ബേ. നീ പറയുന്ന പോലെ അനുസരിച്ച് ജീവിച്ചോള റബ്ബേ. അല്ലാഹുവേ ഏറ്റവും നല്ല ഈമാനും ആഫിയത്തോടെ ഇസ്സത്തോടെ തന്നെ ജീവിച്ച് ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ട് നാളെ പരലോകത്ത് അല്ലാഹുവേ പ്രവാചകന്മാർ, സഹാബാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ കൂടെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.